ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നോമ്പായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് ഇടവിട്ട് ഇടുന്നത് കേട്ടോ. നല്ല ക്ഷീണമൊക്കെ ആയിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനോ ഇനിയിപ്പോൾ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല കേട്ടോ. വിചാരിക്കുന്നത് പോലൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ വല്ലപ്പോഴും അതായത് ഇടവിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നലെ മോൾക്ക് എക്സാം തുടങ്ങിയ ദിവസമായിരുന്നു കേട്ടോ. KG പിള്ളേർക്കൊക്കെ എക്സാമിൻ്റെ ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലി ആയിട്ടോ ഉണ്ടാക്കി കൊടുത്തത്. ഇഡ്ഡലിയും നമ്മൾ പച്ചമുളക് വെച്ചരയ്ക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, വെള്ള ചമ്മന്തി, അതിൽ നല്ല പഴുത്തൊരു മുളകങ്ങ് ഇട്ടങ്ങ് അരച്ചതാണ്. ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോയിൽ എടുത്ത് വെച്ച് കാണിച്ചെങ്കിലും പിന്നെ ഞാനത് കൊടുത്തില്ല. ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കാൻ കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അനിയത്തി അവിടെ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴത്തേക്കും ഒരു മഴ കിട്ടുന്നുണ്ട്. എന്നാലും 2 മഴ പെയ്തത് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലത്തെ മഴയും നല്ലതായിരുന്നു. അതുപോലെ അതിന് 2-3 ദിവസം മുന്നേ പെയ്ത മഴയും നല്ല മഴയായിരുന്നു. അപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. മഴ പെയ്തെന്ന് കരുതിയിട്ട് വലിയ തണുപ്പൊന്നുമില്ല. നല്ല ചൂടും ഉഷ്ണവും ഒക്കെയാണ്. അപ്പോൾ അതേ ഇന്നലെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെടി ഓർക്കിഡുണ്ട്, സാൽവിയ ഉണ്ട്, പിന്നെ ബാഷ്പം, അതായത് നിങ്ങളുടെയൊക്കെ പക്ഷേ കാശിത്തുമ്പ അങ്ങനെ കണ്ടല്ലേ എന്ന കമൻറ്റിൽ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇലച്ചെടി ഉണ്ടല്ലോ, ഇത് ഞാൻ പിന്നെ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചേക്കും കേട്ടോ. ഈ ഒരു ഇലച്ചെടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, വേറെ എന്തൊക്കെയോ ഉണ്ട്. 10 മണിയുണ്ട് കേട്ടോ, പലതരത്തിലുള്ള 10 മണിയുണ്ട്. പിന്നെ കുറച്ച് വഴുതനങ്ങയുടെ തയ്യാന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നു വഴുതനങ്ങയുടെ തൈ. നട്ടിട്ടില്ല, നമ്മളിതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അതിപ്പം മഴ പെയ്തല്ലോ. ഇത് രാവിലെ കിട്ടിയതാട്ടോ. അതിന് ശേഷമാണ് മഴയായത്. അപ്പം മഴ പെയ്തത് കൊണ്ട് തന്നെ മണ്ണ് നല്ല നനഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് കുഴി കുത്തി വെച്ച് കൊടുക്കാനായിട്ട് ഈസിയാണ്. അങ്ങനെ ഞാൻ കൊച്ചിനെയും കാപ്പിയൊക്കെ കൊടുത്ത് റെഡിയാക്കി സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോവാം കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. കണ്ടില്ലേ, മൊത്തം റബ്ബറും തോട്ടവും ഒക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ നമ്മളെ കൂട്ടുകാരൊന്നും കണ്ടില്ല, അവരെയൊന്നും കമൻറ്റ് കണ്ടില്ല. സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവരൊന്നും അതിൽ കമൻറ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. നോട്ടിഫിക്കേഷൻ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്മൈലി ആണെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. ഇനിയിപ്പോൾ കുത്തിയിരുന്ന് എഴുതാനൊക്കെ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ്. എനിക്കാണെങ്കിലും ഓരോരുത്തരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കമൻ്റ് ഇടാനായിട്ട് വലിയ പാടാണ്. എന്നാലും ഒരു സ്മൈലി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, അന്നാൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു സിമ്പലാണ് കേട്ടോ അത്. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. എന്തെങ്കിലും ഒരു സ്മൈലി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വാളയും കുറച്ച് മത്തിയുണ്ട്. അപ്പോൾ അത് കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാള എടുത്തിട്ടുണ്ട് കറി വെക്കാനായിട്ട്. ഞാൻ പിന്നെ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ടേ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി കയറി വന്നപ്പോഴത്തേക്കും ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-11 മണിയായി വന്നപ്പോഴത്തേക്കും. അതുകൊണ്ട് പിന്നെ എടുപിടി ചടപടി എന്നും പറഞ്ഞായിരുന്നു പിന്നെ ജോലി ചെയ്തത്. കാരണം 12:30 ആകുമ്പോഴത്തേക്കും കൊച്ചിന് സ്കൂൾ, പിന്നെ വണ്ടി എടുക്കുന്ന 2 മണിയൊക്കെ ആയിരിക്കും കേട്ടോ സ്കൂളിൽ. എന്നാലും 12:30 വരെ ഉള്ളൂ എക്സാം. അത് കഴിഞ്ഞ് നമുക്ക് വിളിച്ചുകൊണ്ട് വരാം. അപ്പം ഞാൻ മീനൊക്കെ അകത്തിരുന്ന് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ പൂച്ച വന്നിരുന്ന് എൻ്റെ കയ്യിലും കാലിലൊക്കെ മാന്തി തരും. അതുകൊണ്ട് ഞാനങ്ങ് അകത്തിരുന്ന് തന്നെ വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തലേന്ന് തൊട്ടെടുത്തിരിക്കുന്ന ഒരു ചട്ടിയിൽ കുറച്ച് ചക്ക ഇരിപ്പുണ്ട്. അതെന്തോന്ന് പറഞ്ഞാൽ തലേന്ന് നമുക്ക് കിട്ടിയ ചക്കയുടെ ബാക്കിയാണ് കേട്ടോ. അപ്പം നല്ല മൂത്ത ചക്കയായിരുന്നു കിട്ടിയത്. അതിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതങ്ങ് പഴുത്ത് പോയി, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഒരു പുളിപ്പ് വെച്ച് കേട്ടോ. പിന്നെ അത് കറി വെക്കാനും ഒന്നിനും കൊള്ളത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ പാത്തവും പാപ്പായും ഒക്കെ കഴിച്ച് തീർക്കുക ചെയ്തത്. അത് കഴിഞ്ഞതേ ചോറ് നമ്മൾ അരി അടുപ്പിലിട്ടിട്ടല്ലേ പോയത്. അപ്പോഴത്തേക്കും വെന്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി അതൊക്കെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുപ്പിൽ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ മീൻകറി വെക്കാനായിട്ട് പോകുന്നത്. ഗ്യാസ് ഉണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ. ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് അടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഗ്യാസ് അടുപ്പ് അങ്ങനെ എടുക്കാറില്ല. നല്ല ക്ഷീണമൊക്കെ, അശോകന് നല്ല ക്ഷീണമൊക്കെ ആവുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വാളമീൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് തേങ്ങ അങ്ങ് അരച്ച് കളയാതെ പരപര ആണ് വെക്കേണ്ടത്. പക്ഷേ ഇന്നലെ മിക്സിയുടെ ജാർ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു കേട്ടോ. നന്നായിട്ടങ്ങ് അരഞ്ഞു പോയി. പിന്നെ കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് മാങ്ങയും കൂടെയൊക്കെ വെട്ടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയിട്ട്. പച്ചമുളക് നോക്കിയപ്പോഴത്തേക്കില്ല കേട്ടോ. പച്ചമുളകും തക്കാളിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു, കാലി.
അപ്പോൾ പിന്നെ മാങ്ങ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറുത്ത ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തു. കുറച്ച് ലേശം പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ മാങ്ങയ്ക്ക്. ഒരു മാങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നേ. അത് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ വാപ്പ പറഞ്ഞു നല്ല പുളിപ്പുണ്ടെന്ന് കറക്കി കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പ് വാരിയിടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി അടുപ്പിലോട്ടാക്കി തിളച്ച് വന്നപ്പോഴത്തേക്കും വെട്ടി കഴുകി വെച്ചിട്ടുള്ള മീനും കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ. നമ്മൾ ഈ മീനിൻ്റെ ആ ഒരു പൂപ്പലുണ്ടല്ലോ, ആ ഒരു ചുണ്ണാമ്പ്, അത് കളയാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് പറഞ്ഞു തരാവേ. നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, അത് വെച്ചിട്ട് വരച്ചാൽ മതി. പിന്നെ അത് പാത്രം കഴുകാനായിട്ട് എടുക്കരുത്, വേറെ എടുക്കണം കേട്ടോ. പക്ഷേ അത് വെച്ചിട്ട് എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആ ഒരു പൂപ്പലുണ്ടല്ലോ അത് കളയാനായിട്ട് പറ്റും. പിന്നെ കുറേ ബീട്രൂട്ട് വാപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നുമല്ല, ഒത്തിരി ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്. ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യത്തില്ലേ നല്ല ലാഭത്തിന്, അങ്ങനെ കുറച്ച് ബീട്രൂട്ട് മേടിച്ചതാണ്. പക്ഷേ അത് തോരൻ വെച്ച് മടുത്തു. എന്നിരുന്നാലും അത് തീർക്കണമല്ലോ, പൈസ കൊടുത്ത് മേടിച്ചാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ചത് തോരൻ വെക്കാനായിട്ട് എടുത്തിട്ട് കുറച്ച് വൻപയറും കൂടെ വേവിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ളൊരു തോരനും റെഡിയാക്കി. അപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. നല്ല വെയിലായിരുന്നു കേട്ടോ ഇന്നലെ. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് മഴയായത്. നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ദേ ഇവിടെ മീൻകറി ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പയറ് തോരനുണ്ടല്ലോ, വൻപയറും ബീട്രൂട്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള തോരനും കൂടെ ഒക്കെ ആക്കിയിട്ടുണ്ട്. കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നേരെ അവൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് മീനും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. അസ്സലാമു അലൈക്കും.